നിങ്ങൾ ആരൊക്കെയുണ്ട് പാട്ട് കേട്ട് പാചകം ചെയ്യുന്നവർ? അതൊന്ന് കമൻറ്റ് ചെയ്യൂ. അയ്യോ എൻ്റെ ഹായ്, ഞാനിന്ന് ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കള്ളുഷാപ്പ് സ്റ്റൈലിൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന സ്റ്റൈലിലൊരു ഞണ്ട് റോസ്റ്റ്. ഞണ്ട് പൊളിക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ? എങ്കിലും ഞാൻ ഒരെണ്ണം ഒന്ന് പൊളിച്ച് കാണിക്കാവേ അറിയാത്തവർക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഞണ്ട് ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം അതിൻ്റെ കാല് കണ്ടക്കണ്ട ഇങ്ങനെ വരും, ഇങ്ങനെ ഒടിച്ചെടുക്കുക. കണ്ടേ, ഈ ചെറിയ കാലൊക്കെ ഇഷ്ടമുള്ളവരെടുക്കുക. പണ്ടൊക്കെ ഉള്ളവർ ഇതെടുക്കും, ഇപ്പോഴും ഇഷ്ടമുള്ളവരൊക്കെ എടുക്കും. ഇതിനും ടേസ്റ്റാണ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇത്രയായിട്ട് എടുക്കുന്നില്ല, കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട്. കാരണം ഈ തുമ്പത്ത് വിശറി പോലെ ഇരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതിലൊന്നും ഉണ്ടാവില്ല. അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ കാര്യം ഇതുണ്ടോ, ഈ സംഭവം ഇളക്കണം. ഇതിങ്ങനെ ഇളക്കി കണ്ട, ഇതൊക്കെ ഇതിൻ്റെ അഴുക്കാണേ, കണ്ട, അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇതാ ഇതുണ്ടോ, ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കളയണം. അതും കളയണോ? അതൊക്കെ കളയണം. ഇത് കഴിക്കുന്നില്ല? അല്ല, ഇതൊക്കെ ഇങ്ങനെ കഴിക്കും. ഇവിടെ ഇതിപ്പോൾ ഒരു 1/2 കിലോ എത്രയായിരുന്നു യശോ ഈ ഞണ്ട് വാങ്ങിയത്? 3/4 കിലോ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോൾ ഒരു 1/2 കിലോ ഒക്കെ ഉണ്ടാവുമായിരിക്കും. 1/2 കിലോ ഉണ്ടാവില്ല, ഒരു കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇത് കഴുകണം. ഇതിലാണ് അതിൻ്റെ വേസ്റ്റൊക്കെ ഇരിക്കുന്നത്. ഈ സീസൺ ആകുമ്പോൾ ഇതിൽ മുട്ട ഉണ്ടാവും, അത് നമ്മൾ നോക്കിയെടുക്കണം. ആ മുട്ടയ്ക്കൊരു ടേസ്റ്റാണേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പൊളിച്ചെടുക്കുക. ഞാനിതിപ്പോൾ മുറിക്കുന്നൊന്നുമില്ല, ഇങ്ങനെ. ഇവിടെ ഞാൻ മാത്രമേ ഞണ്ട് കഴിക്കുള്ളൂ, അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെ ഇടുകയാണേ. ഇനി ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഞണ്ടെല്ലാം ക്ലീൻ ചെയ്തു. ഇനി അതിന് കറി വെക്കാൻ തുടങ്ങാവേ. അപ്പം കുറച്ച് വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണയാണെങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആദ്യം ആസ് യൂഷ്വൽ എപ്പോഴും കടുക് തന്നെ. ഏതാ 1 ഇഞ്ച് നീളത്തിലെ ഇഞ്ചി ചതച്ചത്, ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒരുപാട് വേണം, കാരണം ഇതിന് ഗ്യാസിൻ്റെ പ്രോബ്ലം. ചിലർക്കൊക്കെ ഇതൊന്നും ചേർക്കാതെ കഴിച്ചാൽ വോമിറ്റിംഗ് ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ധാരാളം വേണ്ടൊരു കൂട്ടാണ്. ചെമ്മീൻ, ഞണ്ട്, ഇതിലൊക്കെ ഇഷ്ടം പോലെ എന്ത് വേണം അതിനാ, ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. കറിവേപ്പിലയൊക്കെ നന്നായി ചേർത്ത്, കുറച്ചധികം ചേർത്തോളൂ കറിവേപ്പില. നല്ല എൻ്റെ കറിവേപ്പില മരം ഉണങ്ങിപ്പോയി, അതുകൊണ്ട് അതിനെ അച്ഛനും കൂടെ വെള്ളം ഒഴിച്ചാന്ന് തോന്നുന്നു ഉണങ്ങിയത്. അച്ഛൻ്റെ വെള്ളം ഒഴിച്ചിലാണ് അതൊക്കെ. അച്ഛൻ മകളെ കുറ്റം പറയും, മകൾ അച്ഛനെ കുറ്റം പറയും. എന്തായാലും രണ്ടുപേരോട് ഒഴിച്ചൊഴിച്ച് മരം ഇപ്പോൾ ആകാശം മുട്ടായി എനിക്ക് ഇല പറിക്കാൻ വയ്യാതായി. ഫ്ലൈറ്റ് പിടിക്കണം. അപ്പോൾ ഇത് ഒരുപാടങ്ങ് മൂക്കണ്ട. അപ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട്, റോസ്റ്റാണല്ലോ, അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. എന്നിട്ട് ഒരുപാടങ്ങ് മൂപ്പിക്കാതെ, ഒരു നമ്മൾ വേറെ കറികൾക്കൊക്കെ ചെയ്യുന്നത് ഒരുപാട് മൂപ്പിക്കുക, കാരണം ഇതിൻ്റെ മണമൊന്നും പോവാൻ പാടില്ല. അപ്പോൾ അതിന് ഏതാണ്ടൊരിതാ ഈ ഒരു പാകമാകുമ്പോൾ നമ്മളതിലേക്ക് ഒരുപാടങ്ങ് ഒക്കെ നിൽക്കാതെ ഒരു വലിയ സവാളയാണ്, ഒരു വലിയ സവാള, പിന്നെ ഒരു ചെറിയ ഉള്ളി, ഒരു 10-15 എണ്ണം ഉണ്ടത്, 15 എണ്ണം തോന്നുന്നു. രണ്ടും കൂടി അങ്ങ് ഗോൾഡൻ കളറാവാതെ നന്നായി വഴറ്റി വരണം. അപ്പോൾ ഞാനിനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കട്ടെ. ഉപ്പ് ചേർത്ത് ഒരുപാട് ഗോൾഡൻ കളറാക്കാതെ എടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് വഴറ്റി വേവിച്ച് കാണിക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം വഴന്നതാ ഈ പാകമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് കണ്ടോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. ഗരം മസാല ഞാൻ ഉണ്ടാക്കിയതാണേ. ഇതെല്ലാം കൂടി എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണേ. ഞങ്ങൾ ഇത്ര എരിവിടത്തില്ല. ചെമ്മീനും ഞണ്ടിനും ഒക്കെ നല്ല എരി ഉണ്ടെങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ച മണം മാറ്റിക്കളയണം. ഇപ്പോൾ ഒരു നല്ല നല്ല മണമുണ്ട്. ബ്രൗൺ കളറ്. ബ്രൗൺ കളറാണ്. മണം ഉണ്ടാവുമല്ലോ, അതെല്ലാം സുഗന്ധവ്യഞ്ജനങ്ങളല്ലേ ഇട്ടതെല്ലാം. നമ്മുടെ മസാലയെല്ലാം പച്ചമണമൊക്കെ മാറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കും. കുനുകുനാന്നരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞിട്ട്. അത് വേവുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി ഇളക്കി ഇനി ഈ തക്കാളിയും കൂടെ ഒന്ന് വെന്തുടയട്ടെ. നല്ല മണം. വേവുന്നതിന് മുമ്പേ കൊതിവായി. നമ്മുടെ തക്കാളിയൊക്കെ ഇതുപോലൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഞണ്ടെല്ലാം കൂടെ അതിലേക്ക് ചേർക്കണം. അതിനുശേഷം ഒരു സ്പൂൺ നാരങ്ങാ നീരും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ഒരു 1-1.5 മിനിറ്റ് അടച്ചു വെക്കണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കണം. നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് നാരങ്ങ നീരൊക്കെ ഇടാം. ഒരു 1/2 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണേ. വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി ഉപ്പൊക്കെ നോക്കി, തുമ്മരുത്, ഉപ്പൊക്കെ നോക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കാണിക്കാം. നമ്മുടെ ഞണ്ടൊക്കെ എന്താ വെന്ത് കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ കളറ് മാറും കേട്ടോ. ഇങ്ങനെ ഈ കളറാവും. വെന്തു ഞണ്ടിനൊന്നും ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കടലിലെ ഞണ്ടാണ്, കായലിലെ ഞണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ ആലപ്പുഴ, എറണാകുളം, കൊല്ലമൊക്കെ ചെല്ലുമ്പോൾ കിട്ടും. ഞാൻ പണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ കായലിലെ ഞണ്ട് വാങ്ങിച്ച് ഇതുപോലെ ചെയ്യുമായിരുന്നു. അച്ഛനിപ്പോൾ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ പനി കൂടിയിട്ട് ഇപ്പോൾ സുഖമുണ്ട്. ഇപ്പം റൂമിലേക്ക് മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അതും അന്നേരം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഉണ്ടാക്കി വെക്കുമായിരുന്നു അച്ഛൻ. എനിക്ക് കൊഞ്ച്, ഞണ്ട്, പിന്നെ കക്ക ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ ഇതിന് മുൻപ് ഇതൊക്കെ അവിടെ അച്ഛനും വയസ്സായി, അമ്മയ്ക്കും വയസ്സായി, ഞാനിതൊക്കെ തനിയെ ഉണ്ടാക്കി കഴിക്കാനും പഠിച്ചു. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇതിങ്ങനെ ആയി കഴിയുമ്പോൾ ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ച നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി ചേർക്കണം. അതാണ് മണമൊക്കെ ഉള്ളത്. കുരുമുളക് ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, ചെമ്മീനായാലും ഞണ്ടിനായാലും ഇതിനൊക്കെ എരിവ് മുന്നിൽ നിൽക്കണം, എങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ പാലക്കാട് വന്നതിന് ശേഷം ഒരു ദിവസം പാലക്കാട് വെച്ചിട്ടായിരുന്നു നമ്മളൊരു ഇവിടെ ഞാൻ ഞണ്ട് കടിച്ചു പൊട്ടിച്ച് തിന്നുന്നതുകൊണ്ട് എല്ലാവരും കൂടെ എന്നെ പാലക്കാട് പലർക്കും ഞണ്ട് കഴിക്കാൻ അറിയില്ല. അതാണ്ട് ഈ കാലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കടിച്ച് പൊട്ടിച്ച് കഴിക്കണം. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ മാംസം ഉണ്ടാവും, നല്ല ടേസ്റ്റാണ് അതിന്. അപ്പം ഞാൻ പരിസരമൊക്കെ മറന്നിട്ട് ഞണ്ട് കണ്ട സന്തോഷത്തിൽ കടിച്ചു പൊട്ടിച്ച് എല്ലാവരും തീറ്റ നിർത്തിയിട്ട് എന്നെ നോക്കുക. ഞാൻ പിന്നെ ഇവർക്ക് എല്ലാവർക്കും അതങ്ങ് നാണക്കേടായിപ്പോയി. ആൾക്കാർ നോക്കുന്നു, മെല്ലെ കഴിക്കുക. ഞണ്ടെങ്ങനെയാണ് മെല്ലെ കഴിക്കുക? ഞണ്ട് കടിച്ചു പൊട്ടിച്ച് തന്നെ എല്ലാം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതിനെയൊന്ന് കുരുമുളകായതോ ഇനിയൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഒന്ന് വറ്റിച്ചെടുക്കട്ടെ. നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നന്നായി വറ്റി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മണമൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എൻ്റെ
യൂട്യൂബ് അല്ല ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ഓഫ് ഞാൻ പാട്ട് വെച്ചിരുന്നായിരുന്നേ. നിങ്ങൾ ആരൊക്കെയുണ്ട് പാട്ട് കേട്ട് പാചകം ചെയ്യുന്നവർ? അതൊന്ന് കമൻറ്റ് ചെയ്യൂ. അയ്യോ എൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഞണ്ട് റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ ബായ്.